എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖമല്ലേ? ഞാനിപ്പോൾ ഉള്ളത് അരുണാചലിലെ അനിനി പോണ റൂട്ടിലാണ് കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഉള്ളത് ഹുല്ലി എന്ന് പറഞ്ഞ വില്ലേജിലാണ്. ഇന്നലെ ലാസ്റ്റ് നമ്മൾ വീഡിയോ എടുത്തപ്പോൾ നമ്മുടെ സ്പേസ് കാര്യങ്ങളൊക്കെ ഫുള്ളായിട്ടാണ്. കാരണം ഇവിടെ നെറ്റ്വർക്കിൻ്റെ ഇഷ്യൂ വളരെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് കുറേ വീഡിയോസ് ഒന്നും അപ്ലോഡ് ചെയ്യാനൊന്നും പറ്റില്ല കേട്ടോ. അങ്ങനെ നമ്മൾ ഇന്നലെ ഒരു 3-4 മണിയൊക്കെ എത്തി ഇവിടെ സ്റ്റേ ചെയ്ത്. ഇത് കഴിഞ്ഞിട്ട് പോയില്ല. ഇന്നിപ്പോൾ രാവിലെ റൈഡ് സ്റ്റാർട്ട് ചെയ്ത്. ഇപ്പോൾ ഏകദേശം നമ്മുടെ യാത്ര സ്റ്റാർട്ട് ചെയ്തിട്ട് 21 മാസം കേട്ടോ. ഏകദേശം 1 വർഷവും 9 മാസമായി നമ്മൾ നല്ല രീതിയിൽ അൽഹംദുലില്ലാ ഇങ്ങനെ യാത്ര ചെയ്ത് പോകുന്നതാണ്. എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവണം. നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ എല്ലാവരും ഇത് ഫുള്ള് കാണാൻ നോക്കുക. അത് നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടിട്ട് വലിയ ഇഷ്ടപ്പെട്ടില്ലേ, അല്ലെങ്കിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണമെങ്കിൽ അതും ഒന്ന് കമൻറ്റ് രേഖപ്പെടുത്താട്ടെ. അപ്പോഴേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ. എനിക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽ ഒന്നും അറിയില്ല. അപ്പോൾ നമ്മൾ നേരെ പോകുന്നത് അനിനിയിലേക്കാണ്. ഇപ്പോൾ മഴ പൊടിഞ്ഞ് തുടങ്ങുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെയൊക്കെ ലാൻഡ് സ്ലൈഡിങ് ഉണ്ടായി കിടക്കുന്ന ഒരു ഏരിയ ഉണ്ട്. മഴക്കാലത്ത് കുറച്ച് ഡേഞ്ചറാണ്, പക്ഷേ വേറൊരു രസം തന്നെയാണ്. നിങ്ങൾ യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണെങ്കിൽ ഈ ഒരു ടൈമിൽ സൂക്ഷിക്കുക. നല്ല എക്സ്പീരിയൻസ് ആയിരിക്കും, പക്ഷേ അപകടം ഉണ്ട് കേട്ടോ. അതുപോലെ നല്ല രീതിയിൽ യാത്ര ചെയ്യുക. ഇത് ഫുള്ള് ഫോറസ്റ്റ് ഏരിയ ആണ് കേട്ടോ. ഇത് ഡിബാങ് വാലി നാഷണൽ പാർക്കിൻ്റെ ഒരു ഏരിയയാണ്. നമ്മളിത് പയ്യെ റൈഡ് സ്റ്റാർട്ട് ചെയ്യാൻ പോകണം കേട്ടോ. എന്തായാലും ഇവിടെ നിന്ന് കുറച്ചധികം ദൂരം പോകണം, എന്നാൽ മാത്രമേ അടുത്ത വില്ലേജ് എത്തുള്ളൂ. ഒരുപാട് ദൂരം ഗ്യാപ്പിട്ട് മാത്രമേ ചെറിയ കടകളോ അല്ലെങ്കിൽ വില്ലേജുകളോ വരുന്നുള്ളൂ കേട്ടോ. ഇനിയിപ്പോൾ ലാസ്റ്റ് ഏറ്റവും വലിയ വില്ലേജ് അല്ലെങ്കിൽ ഹെഡ് ക്വാർട്ടർ എന്ന് പറയുന്നത് അനിനിയാണ്. നമ്മളിപ്പോൾ നിൽക്കുന്നത് ലോവർ ഡിബാങ് വാലിയിലാണ് കേട്ടോ. ഇത് കഴിഞ്ഞ് നമ്മൾ പോകണത് അപ്പർ ഡിബാങ് വാലിയിലേക്കാണ്. ഇതാണ് നമ്മൾ അന്യ പോണ റൂട്ട് കേട്ടോ. ഭയങ്കര മോശമാണ്. അതുപോലെ തന്നെ ഇത് പുതിയ റൂട്ടാണെന്ന് തോന്നുന്നത്. ഈ കാണുന്നത് പഴയ റൂട്ട് കേട്ടോ. അപ്പോൾ 2 റൂട്ടിൽ പോകാൻ പറ്റും. ഈ റൂട്ട് കുറച്ച് മോശമാണ്, ഈ റൂട്ട് പിന്നെയും കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ രാവിലത്തെ കാലാവസ്ഥ നോക്കിയേ, നല്ല അടിപൊളി കാലാവസ്ഥയാണ്. ഭാഗ്യത്തിന് മഴയില്ല, മഴ പെയ്യാൻ ചാൻസ് ഉണ്ട് കേട്ടോ. അവിടെ നിന്ന് കാറൊക്കെ ഇങ്ങനെ വന്നിട്ടിരിക്കുന്നതാണ്. അതാണോ എന്നൊരു ഐഡിയ ഇല്ല കേട്ടോ. ഇത് ഏതിലാണ് പോകേണ്ടതെന്നൊരു പിടുത്തല്ലേ. പിന്നെ ഞാനിവിടെ വന്നേക്ക് ഇവിടെ കുറച്ച് പയ്യന്മാരുണ്ടായിരുന്നു. അപ്പോൾ ഉമ്മമാരാണ് എന്നോട് പറഞ്ഞത് കേട്ടോ, ഈ പോണ പയ്യന്മാർ. വണ്ടി വന്നത് ഭയങ്കര സീനായിട്ടാണ് കേട്ടോ. നോക്കി നല്ല രീതിയിൽ ചെലഞ്ഞിരിക്കണേണ്. നമുക്ക് എന്തായാലും ഈ വഴി പോയി നോക്കാം കേട്ടോ. ഇതാണ്ട് നമ്മൾ പോണ റൂട്ട്. ഈ റൂട്ടിലൊന്നും വലിയ പ്രശ്നങ്ങളില്ലാത്ത റൂട്ടാണ്. എന്തേത് നോക്കിയേ, 2 പിള്ളേർ നടന്നു നോക്കിയേ. പറയാൻ പറ്റില്ല കേട്ടോ. ഇതുവരെ കുഴപ്പങ്ങളില്ലാന്നാണ് ഈ ഒരു റൂട്ടിനെ കുറിച്ച് ഇവിടെയുള്ള ആൾക്കാർ പറഞ്ഞത്. ഇപ്പോൾ മഴ ഒന്ന് പൊടിഞ്ഞു തുടങ്ങുന്നുണ്ട്. നേരത്തെ ഇത്ര നേരം മഴയൊന്നും പെയ്യാനില്ലായിരുന്നു. ഇപ്പോൾ മഴ ഒന്ന് ചെറുതായിട്ട് പൊടിഞ്ഞു തുടങ്ങുന്നുണ്ട്. അത്യാവശ്യം നല്ല രീതിയിൽ കോടയുണ്ട്. അതുപോലെ തന്നെ ഇതാണ്ട് അവസ്ഥ, മഴ ഇങ്ങനെ പൊടിഞ്ഞോണ്ടിരിക്കുന്നുണ്ട്. കാലാവസ്ഥ കുഴപ്പമില്ല, ആസ്വദിച്ച് പോകാം. പക്ഷേ മണ്ണിടിഞ്ഞ് വീഴണ്ടിരിക്കണ കേട്ടോ. ഇവിടെ ഭയങ്കര ഡേഞ്ചറായിട്ടുള്ള റൂട്ടാണ്. എൻ്റെ മോനെ, ഇടിഞ്ഞിടിഞ്ഞ് താഴേക്ക് ഇങ്ങനെ വീണണ്ടിരിക്കണേട്ടാ. കയറാനുള്ള സൈക്കിൾ ഒന്നാമത് വെയിറ്റ് കൂടുതലാണ് കേട്ടോ. വഴി ഒരു രക്ഷയില്ല മക്കളെ, സീനാണ്ടാ. ഇതൊക്കെ ചെളിഞ്ഞ് കുതിർന്ന് കിടക്കണേണ്. ഒരു കണക്കിനാണ്ട് നമ്മൾ ചവിട്ടി പോണത്. തള്ളിക്കൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുള്ള് അഴുക്കാവും. ഇവിടെ എനിക്ക് തോന്നുന്നത് വേറെ ഏതോ വില്ലേജ് ആണ് കേട്ടോ. ഈ പിള്ളേർ എനിക്ക് തോന്നുന്നത് ഇവിടെയുള്ള ഗ്രാമത്തിലായിരിക്കും അവരങ്ങാടേക്കാണ് പോണത്. നമുക്ക് പോകേണ്ടത് ഈ ഒരു റൂട്ടാണ്, ഈ അടിവഴിയാണ് പോകാനുള്ളത്. മഴ പൊടിഞ്ഞിട്ടിരിക്കണേണ്ട ഇപ്പോഴും. ഇവിടെയൊക്കെ എനിക്ക് തോന്നുന്നു റോഡിൻ്റെ എന്തോ കമ്പനികളുടെ ആൾക്കാർ താമസിക്കുന്ന സ്ഥലമെന്ന് തോന്നട്ടാ. ഇവിടെ ഉണ്ട് കേട്ടോ ചെറിയ ചെറിയ ഷെഡൊക്കെ. അവസാനം പെട്ടട്ടാ, ചെളിയിൽ മുങ്ങിയ അവസ്ഥയായി പോയി. നോക്കിയേ, സൈക്കിൾ ചവിട്ടിയിട്ടാണെങ്കിൽ അനങ്ങളുമില്ല, ഫുള്ള് ചെളിയിൽ പൂണ്ടു പോയിട്ടാ. ഇനിയിപ്പോൾ ഏകദേശം ഒരു 15-20 കിലോമീറ്ററും കൂടെ ഉള്ളൂ. ചെളി 15-16 കിലോമീറ്റർ എന്തോളൂ കേട്ടോ. അത് തന്നെ നല്ല റോഡാണെന്നാണ് പറഞ്ഞു കേട്ടത്. എന്നാലും അവിടം വരെ എത്തിക്കണം, അത് ഭയങ്കര ടാസ്കാട്ടാ. ഇവിടെയുള്ള എല്ലാ ആൾക്കാരും വണ്ടി കൊണ്ടുപോകണത് ഇങ്ങനെ കേട്ടോ. അതായത് സ്കൂട്ടർ ആയിക്കോട്ടെ, ബൈക്കുകളായിക്കോട്ടെ, ഒരു വണ്ടിയുടെ മേളിൽ വെച്ചാണ് കയറ്റി കൊണ്ടുപോകണത്. നമ്മൾ ഇത്രയും ദിവസം യാത്ര ചെയ്തത് അരുണാചലിലെ ഏറ്റവും ഡേഞ്ചർ ആയിട്ടുള്ള ഒരു ഏരിയയിലൂടെ കേട്ടോ. റോഡിൻ്റെ കണ്ടീഷൻ വെച്ചല്ല ഞാൻ പറയണത്. ഇവിടെ ടൈഗർ അറ്റാക്ക് നടക്കുന്ന ഒരു ഏരിയയാണ്. നിങ്ങൾ കഴിഞ്ഞ ദിവസത്തെ വീഡിയോ ഒക്കെ കണ്ടിട്ടുണ്ടാവും കേട്ടോ. ഇവിടെ പല വണ്ടികളും ഇതേപോലെ വണ്ടിയിൽ ഇങ്ങനെ കയറ്റിയാണ് പോകുന്നത്. അതായത് ബൈക്കാണ് ഞാൻ ഉദ്ദേശിച്ചത്. ട്രക്കുകളിലോ അല്ലെങ്കിൽ ഇതേപോലെ പിക്കപ്പുകളിലോ ഇങ്ങനെ കയറ്റിയാണ് പോകുന്നത്. ആ സമയത്താണ് സൈക്കിളിൽ ഞാൻ വന്നേട്ടാ. ആ ഒരു ഡേഞ്ചറായിട്ടുള്ള ഒരു ഏരിയയിൽ കുറച്ച് ദൂരം നമ്മൾ വണ്ടിയിൽ കയറ്റി വന്നാൽ അത് കഴിഞ്ഞിട്ട് വണ്ടിയൊന്നും കിട്ടിയില്ല. പിന്നെ അവിടെ നിന്ന് ചവിട്ടി വരേണ്ടി വന്നിട്ടാ. അത്രയും ഞാൻ പേടിച്ച് ഉറച്ചാണ് വന്നത്. ആൾക്കാരൊക്കെ ചോദിച്ചത് നിനക്കൊന്നും പറ്റിയില്ലേ, നീ ഇപ്പോഴും ജീവനോടെ ഉണ്ടാ എന്നുള്ള ചോദ്യമാണ് പലരും ചോദിക്കണത്. നിങ്ങൾ ഈ വഴിയിലൂടെ തന്നെയാണോ സൈക്കിൾ ഓട്ടി വന്നതെന്നൊക്കെ കുറേ പേര് ചോദിക്കുന്നത് കേട്ടാ. അതൊരു വല്ലാത്തൊരു ഇത് തന്നെയാണ്. എല്ലാവരും സൂക്ഷിക്കാട്ടാ.
ഞാനും കാണിച്ചത് ഒരു മണ്ടത്തരമാണ്. കാരണം ജീവൻ്റെ കഴിഞ്ഞിട്ടുള്ളൂ വേറെ എന്തും. അപ്പോൾ അത് നോക്കാണ്ടാണ് നമ്മൾ വന്നത്. പക്ഷേ ആ സമയത്ത് വേറൊരു ഓപ്ഷൻ ഉണ്ടാവില്ല, വണ്ടിയൊന്നും കിട്ടിയില്ല. പിന്നെ ഞാനിങ്ങനെ പോകുന്നട്ടാ. എന്തായാലും നമ്മൾ പോയിക്കൊണ്ടിരിക്കണേ. റോഡ് കണ്ടില്ലേ, ഇതാണ് അവസ്ഥ. ഇനിയിപ്പോൾ വലിയ പ്രശ്നങ്ങളില്ല, ടൈഗർ അറ്റാക്ക് കാര്യങ്ങളെല്ലാം റോഡല്ല ഇനിയുള്ളത്. ഇനി കുഴപ്പമില്ലാത്ത നല്ല റൂട്ടാണ്. നമ്മൾ ആ ഒരു ഏരിയ മാത്രം സൂക്ഷിച്ചാൽ മതി. അത് കുറച്ച് ഡേഞ്ചറാണ്. അപ്പോൾ നിങ്ങൾ വരാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണെങ്കിൽ മാക്സിമം നിങ്ങൾക്കിത് ഉപകാരപ്പെടുമെന്ന് പ്രതീക്ഷിക്കുന്നു. റോയിങ്ങിൽ നിന്നും നിങ്ങൾ ഹുൻലി എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്, അവിടം വരെ, അതായത് മയോധ്യ കഴിഞ്ഞൊരു 40 കിലോമീറ്റർ കഴിഞ്ഞിട്ടാണ് ഹുൻലി എന്ന് പറഞ്ഞ സ്ഥലം വന്നത്. അവിടം വരെ പ്രശ്നമുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഓക്കെയാണ്. അപ്പോൾ യാത്ര ചെയ്യുമ്പോൾ സൂക്ഷിക്കാട്ടാ. നമ്മൾ ഇത്ര നേരം മോശം റോഡിലൂടെയാണ് സഞ്ചരിച്ചത്. അത് കഴിഞ്ഞിട്ട് ഇവിടെ ഒരു നല്ലൊരു റോഡ് സ്റ്റാർട്ട് ചെയ്തിട്ടാണ്. ഇത് എത്ര ദൂരം ഉണ്ടെന്ന് എനിക്കറിയില്ല. കുറച്ച് ദൂരം കഴിഞ്ഞിട്ട് വീണ്ടും മോശം റോഡ് സ്റ്റാർട്ട് ചെയ്യും. അത് കഴിഞ്ഞിട്ടാണ് നല്ല റോഡ് സ്റ്റാർട്ട് ചെയ്യണമെന്നാണ് ഇവിടെയുള്ള ആൾക്കാർ നമ്മളോട് പറഞ്ഞേട്ടാ. ഞാൻ നേരത്തെ ടൈഗറിൻ്റെ കേസ് പറഞ്ഞില്ലേ, ഇവിടെ അത്യാവശ്യം ഉള്ളത് ബംഗാൾ ടൈഗറാണ് കേട്ടോ. വേറെ എവിടെ നിന്നൊക്കെയോ കൊണ്ടുവന്ന് ഇവിടെ ഇറക്കി വിട്ടതാണെന്നാണ് പറഞ്ഞു കേട്ടത്. ഇവിടെയുള്ള ട്രൈബിൻ്റെ പേരാണ് എന്തെന്നാണ് ഇതു മിസ്മി എന്ന് പറഞ്ഞേട്ടാ. അവൻ്റെ ശരിക്കും എന്ന് പറഞ്ഞാൽ ഇവർ ഈ ടൈഗറിനെ ഒന്നും ഉപദ്രവിക്കുകയോ കൊല്ലുകയോ ചെയ്യില്ല. കാരണം ഇവർ ഇതിനെ മാനിക്കുന്ന ആൾക്കാരാണ്. അതായത് ഇവിടെയുള്ള ആൾക്കാർ വിശ്വസിക്കുന്നത് വെച്ചാൽ ഇവരുടെ ഒരു സഹോദരൻ അല്ലെങ്കിൽ ഇവരുടെ ഒരു റിലേറ്റീവ്, അങ്ങനെയുള്ള ഒരു ബന്ധം ഈ ഒരു ടൈഗറിന് ഇവർ കൊടുക്കണ്ട കേട്ടോ. അതുകൊണ്ട് ടൈഗറിനെ ഇവരാരും കൊല്ലൂല. ശരിക്കും അതിൽ അത്യാവശ്യം ആൾക്കാർ ഹണ്ടിങ് കാര്യങ്ങൾ ചെയ്യുന്നതാണ്. ഇപ്പോൾ ഇൻ കേസ് ടൈഗറിനെ വരെയും കൊല്ലണേ കേട്ടോ. പക്ഷേ ഇവരങ്ങനെ ചെയ്യില്ല. കാരണം ഇത് ചെയ്ത് കഴിഞ്ഞാൽ ഇവർക്ക് ഒരു മാസം അല്ലെങ്കിൽ അതിൽ കൂടുതൽ നാൾ ഇവരുടെ വീട്ടിലേക്കോ അല്ലെങ്കിൽ ഇവർക്ക് ഭക്ഷണം പോലും കഴിക്കാൻ പറ്റില്ല. ഇവർക്ക് കാടിൻ്റെ ഉള്ളിൽ പോയി അവിടെ താമസിക്കേണ്ടി വരും കേട്ടോ. അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. ഇപ്പോഴത്തെ ആൾക്കാർ ഇങ്ങനെ ടൈഗറിനെയൊക്കെ മുന്നിൽ കണ്ടു കഴിഞ്ഞാൽ ഒന്നും ചെയ്യില്ലെന്നാണ് പറഞ്ഞു കേട്ടത്. എനിക്കറിയില്ല, ഇതൊരു സ്റ്റോറി കേട്ടതാണ്. ഇവിടെയുള്ള ആൾക്കാരോട് ഇന്നലെ ഞാൻ ചോദിച്ച്, ഇങ്ങനെ ടൈഗർ അറ്റാക്ക് നടക്കുമ്പോൾ നിങ്ങൾ അറ്റാക്ക് ചെയ്യൂല, അല്ലെങ്കിൽ നിങ്ങൾ അതിനെ കൊല്ലാൻ നോക്കൂല എന്നൊക്കെ ചോദിച്ചു. ഞങ്ങൾക്ക് അങ്ങനെ കൊല്ലാൻ പാടില്ല, ഞങ്ങളുടെ വിശ്വാസപ്രകാരം ഇങ്ങനൊരു സംഭവമുണ്ട്. അപ്പോൾ അങ്ങനെ ഇവർ നമുക്ക് പറഞ്ഞു തന്നെ കേട്ടാ. അതുപോലെ മഴ പൊടിഞ്ഞ് തുടങ്ങിയിട്ടുണ്ട്. മിക്കവാറും ഒന്നുകൂടെ കൂടാൻ ചാൻസ് ആണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇവിടുന്ന് ഇറങ്ങണേണ്. ഇനിയിപ്പോൾ എവിടെ എത്തുമെന്ന് അറിയില്ല. എന്തായാലും പോകണമെങ്കിൽ ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഓരോരോ സുമോ ഇങ്ങനെ വന്നിട്ടിരിക്കുന്നതാണ്. ഇവിടെ ഞാൻ പറഞ്ഞില്ലേ സുമോ സർവീസൊക്കെ ഉണ്ട് കേട്ടോ ആവശ്യത്തിന്. ഇപ്പം എന്തായാലും നോക്കി പയ്യെ റൈഡ് സ്റ്റാർട്ട് ചെയ്യാം, അല്ലെങ്കിൽ പെട്ടു. റോഡിൻ്റെ അവസ്ഥ ഒരു രക്ഷയിലാട്ടാ. നമ്മളെ ഒരുപാട് ദൂരം വന്ന് ആ ഒരു ടാർ ചെയ്ത റോഡ് കഴിഞ്ഞിട്ട് വീണ്ടും നല്ല മോശം എന്ന് പറയുന്നത് അപാര മോശം. ഇത് സൈക്കിളൊക്കെ ആകെ സീനായി. ഞാനിപ്പോൾ വന്നെടുത്ത് ഒരു സ്ഥലത്ത് വാഷ് ചെയ്യണ്ടായിരുന്നു കേട്ടോ. കാരണം മഴ പെയ്തിട്ടിരിക്കുന്നത് നല്ല രീതിയിൽ മഴ ഉണ്ടായിരുന്നു. ഇപ്പോൾ അതേ ഒന്ന് ചെറിയ രീതിയിൽ കുറഞ്ഞിട്ടുണ്ട്, പക്ഷെ എന്നാലും മഴയുണ്ട്. അതുകൊണ്ട് വീഡിയോ എടുക്കാൻ പറ്റില്ല കേട്ടോ. ഭയങ്കര ചെളിയാണെന്ന് എനിക്കൊരു പിടിച്ചലാട്ടോ ഇവിടെ വരെ ചെളിയുണ്ടത്. ഇനിയിപ്പോൾ എനിക്ക് തോന്നുന്നു 10-20 കിലോമീറ്റർ കൂടെ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു വില്ലേജ് എത്തുമായിരിക്കും. പിന്നെ ഇത് നോക്കി ഇവിടെയൊക്കെ സ്ലൈഡിങ് ഉണ്ടായിട്ട് ഇങ്ങനെ ഇടിഞ്ഞിടിഞ്ഞ് വീണ് കിടക്കണേട്ടോ അടിയിലേക്ക്. ഇതാണ് റോഡിൻ്റെ അവസ്ഥ. ചെറിയൊരു റൂട്ടാണ് കേട്ടോ. സൈഡിലൊക്കെ ഒരുപാട് വെള്ളച്ചാട്ടങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് നമുക്ക് മാക്സിമം ഫ്രഷ് ആയിട്ട് പോകട്ടെ. എന്നാലും ഫ്രഷ് ആയി കഴിഞ്ഞാലും വീണ്ടും ചെളിയിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ സീനാവും. സൈക്കിളിപ്പോൾ ഒന്ന് വാഷ് ചെയ്യാൻ കേട്ടോ. നമ്മളെവിടെയെങ്കിലും ഒതുക്കുമ്പോൾ വാഷ് ചെയ്യാമെന്ന് വിചാരിച്ച്. വണ്ടികളൊന്നും പോയിട്ടില്ല കേട്ടോ. കുറേ നേരം വണ്ടികളൊക്കെ പോയിട്ട്. എന്തായാലും നോക്കാട്ടാ. എത്തുന്നൊരു പിടുത്തമില്ല. അനിയൻ എന്തായാലും എത്തൂല കേട്ടോ. അനിയന് ഇനി 120 കിലോമീറ്റർ എന്തോ ഉള്ളൂ. ഇപ്പോൾ ഇവിടെ ഒരു കമ്പനിയിലാട്ടാ. അപ്പോൾ അവിടെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി വന്നേക്കണ്ടായിരുന്നു. ഭക്ഷണം കഴിച്ച് ഹായ് आपका नाम क्या है? मेरा नाम जमा है, जमा नाम है, जेडीए में। अच्छा, आप कहाँ से हो प्रॉपर? मैं बिहार से। अच्छा, बिहार में कहाँ? बिहार में बांका डिस्ट्रिक्ट। अच्छा, बांका डिस्ट्रिक्ट है ना। अच्छा, ये कंपनी का नाम क्या है आप लोग का? कंपनी का नाम जे इंफ्रा है। जे इंफ्रा, ये तो क्या के नाम से जाना जाता है। अच्छा, ये कंपनी मतलब क्या रोड का है? कंस्ट्रक्शन कंपनी है। यहाँ पर से हमारा ये हुनली से इथुन तक हमारा रोड है। अच्छा, 17 किलोमीटर का रोड प्रोजेक्ट है ये। 17 समथिंग है। और ये हमारा कैंप है। ये सब देखिए, ये हमारा कैंप है, ये हमारा कैंप है। अच्छा, ये आप लोग का कैंप है ना। अच्छा, ये तो एक ही कैंप है यहाँ में, और दूसरा कैंप भी है? एक ही कैंप है। एक ही कैंप में हमारा एक बैचिंग प्लांट भी है, मीडियम प्लांट है, अच्छा, कंक्रीट प्लांट है, और क्रशर प्लांट है। अच्छा, क्रशर इसका अंदर में भी है? क्रशर पीछे साइड में है ना। अच्छा। इधर इस तरफ बैचिंग प्लांट है। ये स्टाफ रहता है। अच्छा, स्टाफ रहता है। ये हमारा ऑफिस। अच्छा, ये आप लोग का ऑफिस है ना। अच्छा, यहाँ में आप लोग कितना साल होगा? ये अभी 1 साल से काम कर रहा है। अच्छा। ये 1 साल से काम कर रहा है। ओह, ये कंपनी मतलब कहाँ का है? ये कंपनी हरियाणा की कंपनी है। हरियाणा का है। ओह, अच्छा। ये कंपनी का नाम क्या बोला आप? जे इंफ्रा है ना। ओके। यहाँ में दूसरा स्टेट में आपका प्रोजेक्ट कुछ है? मैं अभी एक नया प्रोजेक्ट भी मिला है हमारा, यहीं पर ही है, अरुणाचल में भी है।
और नीचे भी बहुत सारा प्रोजेक्ट है। अच्छा अच्छा। ये इंफ्रा का, ओह, ये इंफ्रा बड़ी कंपनी है। क्या? बड़ी कंपनी है। अच्छा। ढेर सारे प्रोजेक्ट है। अभी सिलचर में एक प्रोजेक्ट चल रहा है। ओह अभी आपका दिल्ली साइड में भी एक प्रोजेक्ट मिला हुआ है। ഓ അച്ഛാ 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 അച്ഛാ. താങ്ക് യു സോ മച്ച്. ഓക്കെ, താങ്ക് യു സോ മച്ച്. ഇപ്പം അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതായിരുന്നു കേട്ടോ അനിലിലേക്ക്. അപ്പോൾ ഫോൺ കഴിക്കാണ് ആ പുള്ളീനെ കണ്ടത്. പുള്ളീനെ ഫുഡ് കഴിക്കാണ്ട് വിളിച്ചാണ്. കുറേ നേരം കേട്ടാ. ഞാൻ ഇവൻ്റെ ക്യാമ്പാണ്, ഇവൻ്റെ ക്യാമ്പിലാണ് ഞാൻ വന്നത്. അപ്പോൾ ഇവിടെ നിന്ന് ഫുഡ് കാര്യങ്ങൾ കഴിച്ച് എൻ്റെ സൈക്കിൾ അവിടെ ഇപ്പം ഉണ്ട്. അങ്ങനെ അവരോടൊക്കെ യാത്രയൊക്കെ പറഞ്ഞ് ഇറങ്ങി കേട്ടാ. അങ്ങനെ സൈക്കിൾ കഴുകാൻ വേണ്ടി ഒരു സ്ഥലം കിട്ടിയേട്ടാ. ഇങ്ങനെ സൈക്കിൾ കഴുകിക്കൊണ്ടിരിക്കുന്നത്. കഴുകി കഴിഞ്ഞാലും വീണ്ടും പണി കിട്ടും. കാരണം ഇനിയും മഡ് വന്നിട്ടുണ്ട്. പിന്നെ അത് എൻ്റെ ഷൂ ഒക്കെ ആകെ നനഞ്ഞ് ചീഞ്ഞിരിക്കണേട്ടാ. അതുകൊണ്ടാണ് ഞാൻ പിന്നെ ഇതിൽ മുക്കിയത്. എനിക്ക് ഷൂ ഒക്കെ ആകെ കീറി പറഞ്ഞിരിക്കണേട്ടാ. എല്ലാം പൊട്ടിപ്പൊളിഞ്ഞിരിക്കുന്നതാണ്. ഇതിൽ ഞാനിപ്പോൾ ഒരു കമ്പിയൊക്കെ വെച്ചാണ്ട് കുത്തിയേക്കണം. ഇവിടെ നിന്ന് ഷൂ മേടിക്കാനുള്ള സെറ്റപ്പ് ഇല്ല. ഇവിടെ നിന്ന് ഭയങ്കര വിലയുണ്ടാ. എന്തായാലും ഈ ഷൂ കളയണം. ചെരുപ്പ് ഇരിപ്പുണ്ട് എൻ്റെ കയ്യിൽ. ഷൂ എന്തായാലും നനഞ്ഞ് ചെയ്യുന്നേട്ടാ. കുറേ നാളായി ഈ ഷൂ ഇരിക്കാൻ വേണ്ടിയിട്ട്. എന്തായാലും ഇത് കഴുകിയിട്ട് ഇറങ്ങാം, അല്ലെങ്കിൽ നമ്മൾ എവിടെ എത്തൂല. ഇത് കഴുകിയാലും വീണ്ടും ഈ ചെളി തന്നെ പിടിക്കില്ല എന്ന് ആലോചിക്കുമ്പോഴാണ് കഴുകാൻ മടിയേ. അങ്ങനെ ഇനി നമുക്ക് അനിനിയിലേക്ക് ഏകദേശം 110 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ കേട്ടോ. അറുസോ എന്ന് പറഞ്ഞ അത് ഏകദേശം 31 കിലോമീറ്റർ, എത്ലിൻ എന്ന് പറഞ്ഞ സ്ഥലം 60 കിലോമീറ്റർ, റിയാലി 20 കിലോമീറ്റർ കേട്ടോ. ഇപ്പം റിയാലി എത്തുമെന്ന് തോന്നണ അറിയില്ല. ഇവിടെ നല്ല റൂട്ടാണ്. നമ്മൾ ഇത്ര നേരം മോശം റൂട്ടിലാണ് വന്നത്. ഇപ്പോൾ കാലൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ക്ലീൻ ആക്കി, അതുപോലെ സൈക്കിളൊക്കെ കുറച്ചൊക്കെ ഒന്ന് ക്ലീൻ ആക്കി കേട്ടാ. ബാക്കിയൊക്കെ എന്നാലും ഉണ്ട്. അതെന്തായാലും മൊത്തം വാഷ് ചെയ്യണം. ഇനിയുള്ള റോഡ് നല്ല കിട്ടിയുള്ള റോഡാണെന്നാണ് പറഞ്ഞിട്ടത്. 2 ലൈനാണ് കേട്ടോ. അടിപൊളി റൂട്ടായിരിക്കും. അന്നിനി കഴിഞ്ഞു നല്ല റൂട്ടാണെന്നാണ് കേട്ടേട്ടാ. ഒരു ഐഡിയ ഇല്ല. നമ്മൾ എന്തായാലും അതിൻ്റെ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ പറഞ്ഞ് വീഡിയോയിലിടും. നിങ്ങൾക്ക് ഭയങ്കര ഇതിൽ ഉപകാരപ്പെട്ടാ അന്നിനി വരാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണെങ്കിൽ. നമ്മളിപ്പോൾ ഇവിടുന്ന് വന്നിട്ട് അന്നിനി പോണ റൂട്ടിലാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ ഇവിടെ ഒരു ഭയ്യ ഉണ്ട്. ഹായ് ഭയ്യ. ഹായ്, आपका नाम क्या है? इम्बोला. ये गाँव का नाम कुछ है? इमराली. इमराली. अच्छा, ये है ना इमराली. अच्छा अच्छा, താങ്ക് യു ഭയ്യ. അപ്പോൾ നമ്മുടെ സൈക്കിൾ ഇവിടെ ഉണ്ട്. ഇവിടെ ഒരാളും കൊണ്ടുവരാ. അപ്പോൾ നമ്മളെ ഇതിൻ്റെ ഉള്ളിലാണ് തങ്ങണത്. അപ്പോൾ പുള്ളീൻ്റെ ഒക്കെ പഴയ ഒരു വീടാണ് കേട്ടോ. ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് തങ്ങാനുള്ള സ്പേസ് കാര്യങ്ങൾ തന്നിട്ടുണ്ട്. കാരണം ഇപ്പോൾ ഏകദേശം 5:30. ഇനി നമ്മൾ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ലേറ്റ് ആവും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇതിൻ്റെ ഉള്ളിലാണ് തങ്ങണത്. ജസ്റ്റ് ഇവരോട് ചോദിച്ചു തങ്ങാൻ പല സ്പേസ് കിട്ടുമോ ടെൻ്റ് അടിക്കാൻ. കാരണം മഴ പെയ്ത് തന്നെ നമ്മൾ നനഞ്ഞ് ചീഞ്ഞു പോവും. അപ്പോൾ അതുകൊണ്ട് മൊത്തം പണിയാൻ പോകട്ടോ. കാരണം ഈ റൂട്ട് പിന്നെയും കുഴപ്പമില്ല. ബാക്കിയുള്ള സ്ഥലങ്ങളിലൊക്കെ നല്ല രീതിയിൽ കല്ലൊക്കെ ഇടിഞ്ഞ് താഴത്തേക്ക് വീഴും. അപ്പോൾ നമുക്ക് വീണ്ടും പണിയാവും. അപ്പോൾ അവർ പറഞ്ഞ് ഇവിടെ തങ്ങിക്കോ കുഴപ്പമില്ലെന്ന് പറയട്ടെ. എന്തായാലും വലിയ ഉപകാരമായി പോയി. അങ്ങനെ നമ്മുടെ തങ്ങാള സ്ഥലം കിട്ടി. അത് ഞാൻ കാണിച്ചില്ലേ. അതുപോലെ തന്നെ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി ഇരിക്കുന്നതാണ്. ഫുഡ് ഉണ്ടാക്കിയേട്ടാ. ഫുഡ് ഉണ്ടാക്കിയ വീഡിയോ എടുത്തില്ല. ഇതിലാണ് നമ്മൾ ഫുഡ് ഉണ്ടാക്കിയത്. നോർമൽ എപ്പോഴും നമ്മൾ എടുക്കാറുള്ളതാണ്. ഇന്നത്തെ സ്പെഷ്യലി ഇത് തന്നെയാണ് കേട്ടോ. എല്ലാ ദിവസത്തെ സെയിം കറി തന്നെയാണ്. പരിപ്പ് കറി, പിന്നെ അതേ അച്ചാറുണ്ട്, ചോറട്ടാ. അപ്പോൾ അതിൽ തന്നെ പരിപ്പ് കറി ഒഴിക്കുക ചൂടാ കേട്ടോ. എന്നിട്ട് നമ്മുടെ ചാറ് ഇത്തിരിയിൽ മിക്സ് ചെയ്യുക. കുഴച്ചിട്ട് നമ്മളെ രാത്രി യാത്ര ചെയ്ത് വന്നിട്ട് രാത്രി ഫുഡൊക്കെ ഉണ്ടാക്കി കഴിക്കുമ്പോൾ കിട്ടുന്നൊരു ഫീലില്ലേ, അത് വല്ലാത്തൊരു ഫീലാട്ടാ. അപ്പോൾ ഇത്രേ ഉള്ളൂ. ചെറിയൊരു വീഡിയോ വന്നിട്ടാ. അപ്പോൾ നിങ്ങൾ ഇഷ്ടപ്പെട്ടതിനെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. നാളെ നമ്മൾ ഇവിടുന്ന് അനിനിലേക്കാണ് പോണത്. അറിയില്ല അത് എത്തുമോ ഇല്ലയെന്നൊന്നും എനിക്കറിയില്ല. എത്താവുന്നേ ഉള്ളൂ. പക്ഷേ എൻ്റെ സൈക്കിളിൽ കുറേ ലോഡുണ്ട്. പിന്നെ നമ്മൾ പയ്യെ ചവിട്ടി കണ്ട് നിന്നൊക്കെ വരുമ്പോൾ നല്ല രീതിയിൽ ടൈം ഉണ്ടാവും. ചിലപ്പോൾ നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ എത്തും കേട്ടോ. അപ്പോൾ എന്തായാലും നാളത്തെ വീഡിയോയിൽ ഉണ്ടാവും. ഇവിടെയാണ് നമ്മളിന്ന് താമസിക്കുന്നത്. ഇവിടെ ബെഡ് കാര്യങ്ങളൊക്കെ ഇരിപ്പുണ്ടാകുന്ന കേട്ടോ. അത് ഇവരെന്നോട് പറഞ്ഞ് ഇതെടുത്തിട്ടോ. അങ്ങനെ ബെഡ് ഇട്ട് പിന്നെ സ്ലീപ്പിംഗ് ബാഗ് എൻ്റെ ഇരിപ്പുണ്ടായിരുന്നു. സ്ലീപ്പിംഗ് ബാഗ് എടുത്ത് പിന്നെ തലങ്ങണിക്ക് വരെ നമ്മൾ ഈ തൊട്ടിലാണ്ട് യൂസ് ചെയ്യണം. ഇതിൽ പുതപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ പിന്നെ അത് എടുത്തില്ല. നമ്മൾ സ്ലീപ്പിംഗ് ബാഗ് തന്നെ പുതച്ചെടുക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ ഇത്രേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. മാക്സിമം ഈ ഒരു വീഡിയോ ഫുള്ള് കാണാൻ നോക്കുക. എന്തെങ്കിലും കുറവുകളോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യാം കേട്ടോ. എനിക്ക് ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ അറിയില്ല.